കാൽപന്ത് കളിയുടെ താളത്തിനൊപ്പം ലോകമെമ്പാടും ഇരമ്പി മറിയുമ്പോൾ മലയാളികൾക്കും ഏറെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഇന്ന്. വിശ്വവേദിയിൽ ആദ്യമായി പന്ത് തട്ടാനിറങ്ങിയ നമ്മുടെ സ്വന്തം തഹസിൻ മുഹമ്മദ് ജംഷീദിന്റെ 20ാം ജന്മദിനമാണിന്ന്. ഫുട്ബോൾ പ്രേമികളുടെ ആകെ സ്നേഹം നെഞ്ചിലെത്തിയ തഹസിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് തൃശൂർ പാത്രമംഗലത്തെ ആരാധകർ. താരത്തിന്റെ 70 അടി ഉയരമുള്ള ഭീമൻ കട്ടൗട്ട് തയ്യാറാക്കിയാണ് പാത്രമംഗലക്കാർ ആഘോഷം പൊടിപൊടിക്കുന്നത്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാൽപന്താവേശം ഇങ്ങനെ ലോകമെമ്പാടും ഇങ്ങനെ വ്യാപിക്കുമ്പോൾ വലിയ സന്തോഷത്തിലാണ് മലയാളികൾ. നമുക്കറിയാം, മലയാളികളുടെ സ്വന്തം താരം തഹസീൻ മുഹമ്മദ് ജംഷീദ് എന്ന 20 വയസ്സുകാരൻ. ഇന്നാണ് തഹസീന് 20 വയസ്സാകുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ താരമായി ലോകകപ്പ് കളിക്കാനിരിക്കുന്ന താരമായി മാറുകയാണ്. ഖത്തർ നാഷണൽ ടീമിലാണ് തഹസീൻ കളിക്കുന്നതെങ്കിലും ആ സന്തോഷം മലയാളക്കരയാകെയുണ്ട്. തൃശൂർ വടക്കാഞ്ചേരി പാത്രമംഗലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. തഹസീന്റെ 20ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇവിടെ വടക്കാഞ്ചേരിയിലെ പാത്രമംഗലം കൂട്ടായ്മ. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ സന്തോഷം പങ്കിടുന്നുണ്ട്. മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ ആദ്യമായി കാൽപന്ത് കളിയുടെ വിശ്വവേദിയിലേക്ക് എത്തുന്നതിന്റെ സന്തോഷം. തഹസീന്റെ ജന്മദിനത്തിൽ കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർ ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നത്. നമ്മളോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണലായ മുഹമ്മദ് ഷഫീഖ് ഉണ്ട്. തഹസീൻ അടുത്ത കളിക്ക് 19-ാം തീയതിയിലുള്ള കാനഡയായിട്ടുള്ള മത്സരത്തിൽ ഇറങ്ങുകയും ചെയ്യും. ഞങ്ങളുടെ ഗാനം പോലെ അവൻ ഗോളടിക്കുകയും ചെയ്യും. എല്ലാവിധ ആശംസകളും. ഈ ലോകമെമ്പാടും വലിയ ആവേശമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ഇവിടെ നമ്മൾ കാണുന്നത് മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒന്നും കട്ടൗട്ട് അല്ല കാണുന്നത്, തഹസീന്റെയാണ്. 70 അടി ഉയരത്തിൽ വലിയ തുക ചെലവാക്കിക്കൊണ്ട് ഈ പാത്രമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കട്ടൗട്ടിലോട്ടൊക്കെ പോകാൻ? മറ്റ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഭീമനായ ഒരു കട്ടൗട്ട് കണ്ടിട്ടില്ല. തീർച്ചയായും നമ്മുടെ നാട്ടിൽ തന്നെ അർജന്റീനയുണ്ട്, ഫാൻസ്, എല്ലാ രാജ്യത്തിനും വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ മലയാളി ഒരാൾ വേൾഡ് കപ്പിൽ കളിക്കാന്ന് പറഞ്ഞാൽ അവന്റെ കട്ടൗട്ടർ അല്ലാതെ പിന്നെ വേറെ ഏതാ നമ്മൾ നോക്കുക? ഈ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം സ്വപ്ന രാമേന്ദ്രൻ. വലിയ ആഘോഷമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. എന്റെ കൈ കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ നമുക്കൊക്കെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്, സന്തോഷമുള്ള അഭിമാനമാണ്. കാരണം ഒരു മലയാളി വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എന്റെ രാജ്യം വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റുക എന്നാണെന്ന് ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നമുക്ക് നടക്കാറില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതിൽ പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു മലയാളി തന്നെ ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ കളിക്കാൻ പോവാന്ന് പറയുമ്പോൾ വലിയ സന്തോഷം, അഭിമാനം. തഹസീന്റെ 20ാമത്തെ ബർത്ത്ഡേ കൂടെയാണ് ഇന്ന്. അപ്പൊ അന്ന് തന്നെ ഇത് ആഘോഷിക്കാനും പറ്റിയ ഇത്രയും വലിയ ഫ്ലെക്സ് ഇതിനു മുൻപും പ്രത്യേകിച്ച് പാത്രമംഗലം ഭാഗത്തുള്ളവർ, ഇപ്പൊ നമ്മുടെ ഷഫീഖ് ഒക്കെ ഭയങ്കരമായിട്ട് ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റുന്ന ആളുകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ആവേശം എത്രത്തോളമായിരിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഇവിടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ചാണ് ആവേശം പങ്കിടുന്നത്. ഈ കട്ടൗട്ട് കാണുമ്പോൾ തന്നെ അറിയാം പാത്രമംഗലത്തിന്റെ ആവേശം എത്രത്തോളം ഉണ്ട് ഫുട്ബോളിന് എന്ന് സംബന്ധിച്ച്. ഇത് എത്രമാത്രം അധ്വാനം വേണ്ടി വന്നു ഈ കട്ടൗട്ടിന് പിന്നിലും ഇവിടെ ഈ കാണുന്ന കാഴ്ചകൾക്ക് പോകും. പാത്രമംഗലത്തിന്റെ ഇതിന് ഞങ്ങളൊരു വലിയ അധ്വാനമായിട്ട് കാണുന്നില്ല. കാരണം കാലങ്ങൾക്ക് മുമ്പ് ഷഫീഖ് കെ പോലെയുള്ള മഹാരഥന്മാരൊക്കെ ജന്മം കൊടുത്ത നാടാണ് പാത്രമംഗലം. ആ പാത്രമംഗലത്തിന്റെ എന്നത്തെയും ഒരു സ്വപ്നമായിരുന്നു നാളെയൻ നാടും വരുമെന്ന്. അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാത്രമംഗലം കൂട്ടായ്മ, അഷ്റഫ് മുഹമ്മദ് ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പാത്രമംഗലം കൂട്ടായ്മ ഇത്രയും അമ്പരചുംബിയായ, ഈ ലോകത്തിലെവിടെയും ഇദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ഒരു കട്ടൗട്ടർ ഉയർന്നിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഫുട്ബോളിലെ ഇവിടുത്തെ യഥാർത്ഥ ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയിൽ നാളെ നാടും വരും. തഹസീൻ ഇന്ന് വന്നു, നാളെ ഒരുപാട് തഹസീൻമാർ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് വേദിയിലേക്ക് എത്തും. തീർച്ചയായിട്ടും അതാണ് നമുക്കതല്ല ആഗ്രഹിക്കേണ്ടത്. എന്താ പറയാ, നമ്മുടെ സ്വപ്നം അതാണ്. എന്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സ്വപ്നം അതാണ്. അതെന്തായാലും നടക്കും. ഓക്കെ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രാജ്യത്തിന്റെ സ്വപ്നമാണ് ഇന്ത്യ കാൽപന്ത് കളിയുടെ വിശ്വവേദിയിലേക്ക് എത്തുക എന്നുള്ളത്. അത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സംഭവിക്കും, അത് നടക്കും. ഇന്ത്യ ഫുട്ബോൾ ലോകകപ്പ് വേദിയിലേക്ക് പന്ത് തട്ടാൻ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വേലൂരിലെ പാത്രമംഗലം നിവാസികളും ഈ സന്തോഷത്തിന്റെ ഭാഗമായി പങ്കിടുന്നത്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.